ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പി കാണാം. സദ്യ സ്റ്റൈൽ പിങ്ക് പാൽ പായസമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. വെറും 4 ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് കുക്കറിലാണ് നമ്മൾ ഇന്നിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. പാൽ പായസം ഉണ്ടാക്കുന്നതിനായിട്ട് 200 ml ഗ്ലാസ്സിൽ 1/2 ഗ്ലാസ് ഉണക്കലരി അഥവാ പായസ അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങളിപ്പോൾ ഏത് കപ്പിലാണോ അരി അളന്നത് അതേ മെഷറിംഗ് ഗ്ലാസ്സിൽ തന്നെ വേണം ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും അളന്നെടുക്കാൻ. അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ, എങ്കിലേ നമ്മുടെ പിങ്ക് പാൽപ്പായസം നല്ലതായിട്ട് കിട്ടുള്ളൂ. സാധാരണയായിട്ട് പാൽപ്പായസം ഉണക്കലരി ഉപയോഗിച്ചാണ് ഉണ്ടാക്കാറുള്ളത്. അങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതലുണ്ടാവുക. ഇനിയിപ്പോൾ ഇതില്ലെങ്കിൽ മാത്രം പച്ചരി ഉപയോഗിച്ചും ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഉണക്കലരി നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പായസം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് 5 ലിറ്ററിൻ്റെ കുക്കറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. തീരെ ചെറിയ കുക്കർ എടുക്കരുത് കേട്ടോ. ഇനി ഇതിലേക്ക് നേരത്തെ അരി അളന്ന അതേ ഗ്ലാസ്സിൽ തന്നെ 5 കപ്പ് പാല് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതായത് 1 ലിറ്റർ ഫുൾ ഫാറ്റ് മിൽക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ല കൊഴുപ്പുള്ള പാല് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ഇതുവരെ അളന്ന അതേ ഗ്ലാസ്സിൽ തന്നെ 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഇട്ട് കൊടുത്ത ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. പഞ്ചസാര പാലിൽ അലിഞ്ഞ് പാലൊന്ന് തിളച്ച് വന്ന് തുടങ്ങുമ്പോൾ ഇനി നമുക്ക് കഴുകി വാരി വെച്ചിരിക്കുന്ന 1/2 ഗ്ലാസ് അരി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി പാല് ഇതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിനി കുക്കർ അടച്ച് വയ്ക്കാം. ഇനി തീ ഒരു ലോ ഫ്ലെയിമിൽ വെക്കണം. ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ വയ്ക്കാൻ. ഇങ്ങനെ ഒരു 30 മിനിറ്റ് സമയം ഒന്ന് വേവിച്ചെടുക്കണം. ഇങ്ങനെ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് വേവിക്കുമ്പോൾ വിസിൽ വരില്ല. ഇനിയിപ്പോൾ ഒരു വിസിൽ വന്നു പോയാൽ തന്നെ ജസ്റ്റ് ഒന്ന് ഓഫാക്കുക, വീണ്ടും ഓണാക്കി ലോ ഫ്ലെയിമിൽ തന്നെ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലെ പ്രഷറൊക്കെ പോയി കഴിയുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഏകദേശം ഒരു 3/4 മണിക്കൂറോളം കുക്കർ ഇതുപോലെ അനങ്ങാതെ ഇരിക്കട്ടെ. ഇപ്പോൾ ഒരു 3/4 മണിക്കൂറായി, പ്രഷറൊക്കെ പോയി. ഇനി നമുക്ക് തുറന്നു നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ, പാലൊക്കെ ഒന്ന് കുറുകി ഒരു പിങ്ക് കളറായിട്ട് വന്നിട്ടുണ്ട്. അരമണിക്കൂർ സമയം ഇതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ കുക്ക് ചെയ്തെടുക്കുമ്പോഴാണ് നമുക്ക് ഈ പായസത്തിന് പിങ്ക് കളറ് ഇതുപോലെ കിട്ടുന്നത്. ഈ ഒരു അളവിൽ പായസം ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു 5-6 പേർക്കൊക്കെ സെർവ് ചെയ്യാൻ കിട്ടും. അപ്പോൾ ഇത്തവണ സദ്യ സ്പെഷ്യലായിട്ട് പാൽപ്പായസം ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. എടുക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ മെഷർമെൻറ്റ്സ് ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. എല്ലാം കുക്കർ തന്നെയാണ് ചെയ്യുക, നമുക്ക് പ്രത്യേകിച്ച് പാടൊന്നുമില്ല. എന്നാൽ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതുപോലെ പാൽപ്പായസം ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക. ഇതുപോലത്തെ റെസിപ്പി വീഡിയോകൾക്ക് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുക. അടുത്തൊരു റെസിപ്പി വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.